ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 29 അധ്യായമാണ്, എക്സോഡസ് ചാപ്റ്റർ 20. അവിടെ ദൈവം യാഗം ചെയ്യുന്നതിനെ പറ്റി ദൈവം പറയുകയാണ്. അതെങ്ങനെയാണ് യാഗം ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ദൈവം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാപം ക്ഷമിക്കുവാനായിട്ട് അവിടെ യാഗം ചെയ്യണം, അതുപോലെ ദൈവത്തിന് പ്ലീസ് ചെയ്യാനായിട്ടും കൂടെ അവിടെ യാഗം ചെയ്യുന്നതിനെ പറ്റി അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ യാഗം ചെയ്യുമ്പോൾ തന്നെ അവിടെ അഹ്റോനും എൻ്റെ മക്കളും അവർ ചെയ്യുന്നത് ആ യാഗമൃഗത്തിൻ്റെ തലയിൽ അവർ കൈവെക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാപം അത് അവരിൽ നിന്നും ആ മൃഗത്തിലേക്ക് ആ പാപം ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ല മാറ്റപ്പെടുന്നതായിട്ടാണ് അതിൽ അർത്ഥമാക്കുന്നത്. എന്നിട്ട് ആ മൃഗത്തിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ യാഗം അർപ്പിക്കുന്നു, അതിനെ ദഹിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഐഡിയ അതായിരുന്നു, കൈവെക്കുന്നതിലൂടെ ആ പാപം ആ വ്യക്തിയിൽ നിന്നും അല്ല മനുഷ്യനിൽ നിന്നും ആ പാപം ആ മൃഗത്തിന് അത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെയുള്ള ആ ഒരു പാപമുള്ളതിൻ്റെ ആ ഒരു ശിക്ഷ അത് അനുഭവിക്കുന്നത് ആ ഒരു മൃഗമാണ്. ആ മനുഷ്യന് പകരം അതിൻ്റെ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ മരണം അനുഭവിക്കുന്നത് ഈ മൃഗമാണ്. അപ്പോൾ നമുക്കറിയാം, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാപം എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യരെ ഈ പാപത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ പാപം ക്ഷമിക്കപ്പെടുവാനായിട്ട് ഉള്ള ആ സമയത്ത് അതിനുള്ള കൊടുത്തിരിക്കുന്ന ഒരു വഴിയായിരുന്നു, പാപം ക്ഷമിക്കാനായിട്ട് അവർ കൊടുത്തിരിക്കുന്നതായിരുന്നു ഈ യാഗം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച ഇപ്പോഴത്തെ കൃപാവര ഉള്ള ഈ കാലഘട്ടത്തിൽ യേശു കർത്താവാണ് നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നത്. നമ്മളുടെ പാപങ്ങളൊക്കെയും യേശു കർത്താവ് നമ്മളുടെ പാപങ്ങളൊക്കെയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അങ്ങനെ നമ്മളുടെ പാപങ്ങളൊക്കെയും ക്ഷമിക്കപ്പെടുവാനായിട്ട് ഇടയെത്തും. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം വേറെ ഒരു യാഗം ചെയ്യേണ്ടതായിട്ടുള്ള വേറെ ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ എത്തും. കാരണം ഈ യാഗങ്ങളെ പറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഓരോ വർഷവും അവിടെ യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. പാപം ക്ഷമിക്കട്ടെ പിന്നെയും ഓരോ വർഷവും അത് യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ യേശു കർത്താവിൻ്റെ കൃപായുഗത്തിലോ യേശു കർത്താവിൻ്റെ ആ രേഖയാകുന്നത് ഒറ്റ തവണയായിട്ടുള്ള ഒരു യാഗം കൊണ്ട് എന്നേക്കുമായിട്ടുള്ള പാപത്തിൽ നിന്നൊരു വിടുതലാണ് അവിടെ ലഭിക്കുവാനായിട്ട് ഇടയാത്തത്. അപ്പോൾ യാഗം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം അവിടെ ആ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ദൈവം കമാൻഡ് ഏറ്റവും നല്ലതിനെയാണ് അവിടെ ഞാൻ കൊടുക്കുക. അല്ലെങ്കിൽ മുടന്തുള്ളതിനെയോ അല്ലെങ്കിൽ സിക്കായിട്ടുള്ളതിനോ ഒന്നും അല്ല ഞാൻ കൊടുക്കുന്നത്. ഏറ്റവും നല്ലതിനെ, മൃഗങ്ങളിലെ ഏറ്റവും നല്ല ഏതാണുള്ളത് അതിനെ ആണ് ഞാൻ കൊടുക്കേണ്ടത്. ഇപ്പം കോലാടാണെങ്കിൽ കോലാടിൻ്റെ അതിൽ ഏറ്റവും നല്ലതിനെ വെക്കണം. ബഫല്ലോ ആണെങ്കിൽ അതിൻ്റെ അത് വെക്കണം. അങ്ങനെയാണ് അതിലും നല്ലത്. അല്ലാതെ അതിന് അസുഖമുള്ളതിനെയോ അല്ല നടക്കാൻ പറ്റാത്തതിനെയോ അങ്ങനെയല്ല, അതിനല്ല വെക്കേണ്ടത് എന്ന് ദൈവം പ്രത്യേകിച്ച്. അതുപോലെയാണ് യേശു കർത്താവിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മളെ രക്ഷിക്കാണ്ട് ആ പിതാവ് ദൈവം ചെയ്തത് തന്നെയാണ് ഏറ്റവും നല്ലത് തന്നെയാണ് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യാഗമായിട്ട് കൊടുത്തത്. അത് മറ്റാരുമല്ല, യേശു കർത്താവിൻ്റെ തന്നെ ഏറ്റവും തൻ്റെ പ്രിയപുത്രനെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള വ്യക്തി തന്നെയാണ് നമുക്ക് വേണ്ടി ആ ഒരു യാഗമാകുവാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ അതാണ് ഈ യാഗത്തിൽ ശരിക്കും ഈ യാഗം എന്നുള്ളത് യേശു കർത്താവ് ഭാവിയിൽ യേശു കർത്താവിലൂടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഒരു നിഴലാണ് ശരിക്കും യാഗം എന്നുള്ളത്. അത് അന്ന് പിന്നീട് ചെയ്യാൻ പോകുന്ന ആ ഒരു വലിയ പ്രവൃത്തി അതിൻ്റെ ഒരു ഷാഡോ പോലെ അവർക്ക് ഇവിടെ യാഗം എന്ന നിലയിൽ ഇവർക്ക് ഇത് കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്തത്. അപ്പോൾ ദൈവം ഇതെല്ലാം മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതിനും കൂടി ഒരു പ്രൂഫും കൂടിയാണ്. ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയൊരു പ്ലാനിൽ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓർത്തുകൊടുമാറാകട്ടെ.